നമസ്കാരം, ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോലീസിനെ വെല്ലുവിളിച്ച് ഒളിവിൽ പോയ അർജുൻ ആയങ്കി ഒടുവിൽ പിടിയിൽ. കാസർഗോഡിന് കൈത്താങ്ങ്. എൻഡോസൾഫാൻ ദുരന്തബാധിതർക്കായി 14 കോടി രൂപയുടെ ആശ്വാസ പദ്ധതി. മുതലപ്പുഴയിലും നീണ്ടകരയിലും തിരച്ചിൽ 10ാം ദിവസത്തിലേക്ക്. ഡൽഹി സമരത്തിനു പിന്നാലെ സോഷ്യൽ മീഡിയ നിരീക്ഷണം ശക്തമാക്കി കേന്ദ്രം. അമേരിക്ക നിലപാട് തിരുത്തും വരെ ഹോർമുസ് തുറക്കില്ല. ഇറാന്റെ കടുത്ത മുന്നറിയിപ്പ്. മെസ്സിയുടെ പിതാവ് ഹോർഹെ മെസ്സി അന്തരിച്ചു. 68ാം വയസ്സിൽ വിടവാങ്ങൽ. EMI മുടങ്ങിയാലും ഭീഷണിപ്പെടുത്തരുത്. റിക്കവറി ഏജന്റുമാർക്ക് RBIയുടെ കർശന നിർദ്ദേശം. വാർത്തകൾ വിശദമായി. പോലീസും ആഭ്യന്തര വകുപ്പിനുമെതിരെ സോഷ്യൽ മീഡിയയിലൂടെ രൂക്ഷമായ വെല്ലുവിളികളും അധിക്ഷേപങ്ങളും നടത്തിയ അർജുൻ ആയങ്കി ഒടുവിൽ പോലീസിന്റെ പിടിയിൽ. ദിവസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ ഇയാളെ കണ്ണൂരിലെ അഭിഭാഷകന്റെ ഫ്ളാറ്റിൽ നിന്നുമാണ് പോലീസ് സംഘം സാഹസികമായി പിടികൂടിയത്. സോഷ്യൽ മീഡിയയിലൂടെ പോലീസിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ രൂക്ഷമായ വെല്ലുവിളികളും അധിക്ഷേപങ്ങളും ഉയർത്തിയ അർജുൻ ആയങ്കി ഒടുവിൽ പോലീസ് വലയിൽ. ദിവസങ്ങൾ നീണ്ട ഒളിവ് ജീവിതത്തിനും പോലീസിനെ വെല്ലുവിളിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കും ശേഷമാണ് കണ്ണൂരിലെ ഒളിത്താവളത്തിൽ നിന്ന് ഇയാളെ പോലീസ് സംഘം പിടികൂടുന്നത്. സംസ്ഥാനത്ത് ക്രമസമാധാനം ഉറപ്പാക്കുന്നതിനും ഗുണ്ടാ സംഘങ്ങളെ അടിച്ചമർത്തുന്നതിനുമായി പോലീസ് ആവിഷ്കരിച്ച ഓപ്പറേഷൻ ഗ്രിപ്പ് പദ്ധതിയുടെ ഭാഗമായാണ് ഈ നിർണായക അറസ്റ്റ് നടന്നത്. കോതമംഗലത്തെ ഒരു റിസോർട്ടിൽ വെച്ച് ക്രമസമാധാന പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സംഘം ചേർന്നു എന്ന സംശയത്തിൽ മെയ് മാസത്തിൽ അർജുൻ ആയങ്കിയെയും കൂട്ടാളിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ കേസിൽ 21 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയ ആയങ്കി തന്നെ അറസ്റ്റ് ചെയ്ത കോതമംഗലം സർക്കിൾ ഇൻസ്പെക്ടർക്കും തുടർന്ന് കേസ് അന്വേഷിച്ച ഊന്നുകൽ ഇൻസ്പെക്ടർക്കുമെതിരെ സോഷ്യൽ മീഡിയ വഴി കടുത്ത ഭീഷണികളും അഭ്യാസ വർഷങ്ങളും പ്രചരിപ്പിക്കുകയുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് വിരമിച്ചാലും വെറുതെ വിടില്ലെന്ന തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങൾ പുറത്തുവിട്ടതോടെ ഊന്നുകൽ പോലീസ് ഇയാൾക്കെതിരെ ജാമ്യമില്ലാതെ വകുപ്പുകൾ പ്രകാരം കേസെടുത്തു. ഹൈക്കോടതി ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ ഒളിവിൽ പോയ ആയങ്കി ധൈര്യമുണ്ടെങ്കിൽ വന്ന് പിടിക്ക് എന്ന് പോലീസിനെ വീണ്ടും വെല്ലുവിളിക്കുകയും ആഭ്യന്തര വകുപ്പ് ഭരണത്തെയും ജനപ്രതിനിധികളെയും അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ നിന്ന് രക്ഷപ്പെടാൻ മലപ്പുറത്തെ എടപ്പാളിലുള്ള സ്വകാര്യ ആശുപത്രിയിലും കണ്ണൂരിലെ വിവിധ ഇടങ്ങളിലുമായി ഇയാൾ ഒളിവിൽ കഴിഞ്ഞു. ഒടുവിൽ കണ്ണൂർ നഗരത്തിലെ അഭിഭാഷകന്റെ ഫ്ളാറ്റിലേക്ക് എത്തുന്നതിനായി ഇയാൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയിലെ ഡ്രൈവർക്ക് തോന്നിയ സംശയമാണ് പോലീസിന് വഴിത്തിരിവായത്. ഡ്രൈവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ പോലീസ് സംഘം അർദ്ധരാത്രിയോടെ ഫ്ളാറ്റ് വളഞ്ഞ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ആയങ്കിയെ സാഹസികമായി കീഴടക്കി. അറസ്റ്റിനു ശേഷം മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളെ കിട്ടിയോ എന്ന പരിഹാസ രൂപേണയുള്ള മറുപടിയാണ് ആയങ്കി നൽകിയത്. കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കി തുടർ നടപടികൾക്കായി പ്രതിയെ എറണാകുളത്തേക്ക് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് ആശ്വാസമേകി സംസ്ഥാന സർക്കാരിന്റെ വൻ പാക്കേജ്. ദുരന്തബാധിതരുടെ പുനരധിവാസവും സമഗ്ര ക്ഷേമവും ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന സ്നേഹസ്വാന്തനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 14 കോടി രൂപയുടെ ഭരണാനുമതി നൽകി സർക്കാർ. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് നൽകിയ വാഗ്ദാനം പാലിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ വൻ ആശ്വാസ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ദുരിതബാധിതരുടെ പുനരധിവാസത്തിനും സമഗ്ര ക്ഷേമത്തിനുമായി നടപ്പിലാക്കി വരുന്ന സ്നേഹസ്വാന്തനം പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങൾക്കായി 14.40 കോടി രൂപയുടെ ഭരണാനുമതി സർക്കാർ നൽകി. 2026-27 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിലെ ധനാഭ്യർത്ഥനയിൽ ഉൾപ്പെടുത്തി സാമൂഹ്യനീതി വകുപ്പ് വഴിയാണ് തുക വകയിരുത്തിയിരിക്കുന്നത്. ഈ തുകയിലൂടെ ആയിരക്കണക്കിന് ദുരിതബാധിതർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമാണ് ആശ്വാസമെത്തുന്നത്. പദ്ധതിയുടെ ഭാഗമായി വിപുലമായ സാമ്പത്തിക സഹായങ്ങളും ആനുകൂല്യങ്ങളുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ മാസാന്ത ആശ്വാസ സഹായം ലഭിക്കുന്ന 5208 എൻഡോസൾഫാൻ ഗുണഭോക്താക്കൾക്കായി 2026 ഏപ്രിൽ മുതൽ 2027 മാർച്ച് വരെയുള്ള പ്രതിമാസ ധനസഹായ തുകയായി 9.84 കോടി രൂപ അനുവദിച്ചു. കൂടാതെ പുതിയതായി ലിസ്റ്റിൽ ഉൾപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്ന 1000 ഗുണഭോക്താക്കൾക്കായി 2.64 കോടി രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. ദുരന്ത ബാധിതരെ നിരന്തരം പരിചരിക്കുന്ന 771 കെയർ ഗീവേഴ്സിന് നൽകുന്ന മാസാന്ത ധനസഹായമായ ആശ്വാസ കിരണം പദ്ധതിക്കായി 64 ലക്ഷം രൂപയും മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ദുരിതബാധിത കുടുംബങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസവുമായ പിന്തുണ ഉറപ്പാക്കാൻ 400 കുട്ടികളുടെ 2027-26 അധ്യയന വർഷത്തെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്കായി 10,100,000 രൂപയും അനുവദിച്ചു. മാത്രമല്ല എൻഡോസൾഫാൻ ബാധിത
പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന 10 മാതൃകാ ചൈൽഡ് പുനരധിവാസ കേന്ദ്രങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളും സേവനങ്ങളും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി 1,16,87,100 രൂപയും വിനിയോഗിക്കും. എൻഡോസൾഫാൻ ബാധിത കുടുംബങ്ങളുടെ സാമ്പത്തികവും സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ ഉന്നമനം പൂർണ്ണമായും ഉറപ്പാക്കുന്നതിലേക്കാണ് ഈ സമഗ്ര പാക്കേജ് വഴിയൊരുക്കുന്നത്. തിരുവനന്തപുരം നീണ്ടകര മേഖലകളിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ 10ാം ദിവസത്തിലേക്ക് കടന്നു. ഷിജിനായി സ്കൂബ സംഘവും ഗൗതമിനായി ഇന്ത്യൻ നേവിയുടെ പ്രത്യേക ഡൈവിംഗ് സംഘവും തിരച്ചിൽ ശക്തമാക്കും. തിരുവനന്തപുരം നീണ്ടകരയിലും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായുള്ള തിരച്ചിൽ 10ാം ദിവസത്തിലേക്ക്. പ്രതികൂല കാലാവസ്ഥയാണ് രക്ഷാദൌത്യത്തിന് പ്രധാന വെല്ലുവിളിയായത്. കാണാതായവർക്കായി ഹെലികോപ്റ്റർ ഉപയോഗിച്ചുള്ള തിരച്ചിലും വ്യാപകമാക്കും. മുതലപ്പുഴയിൽ കാണാതായ ഷിജിനായി 4-അംഗ സ്കൂബ ടീം സംഘം തിരച്ചിൽ ആരംഭിച്ചു. മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തിയാണ് പരിശോധന. അതേസമയം നീണ്ടകരയിൽ കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായി ഇന്ത്യൻ നേവിയുടെ കൽപ്പേനി കപ്പലെത്തി. പ്രത്യേക ഡ്രൈവിംഗ് സംഘവും കപ്പലിൽ സജീവമാണ്. മറൈൻ എൻഫോഴ്സ്മെന്റ് നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ഡ്രൈവിംഗ് നടത്തും. അതേസമയം രാമേശ്വരം ഭാഗത്തും തിരച്ചിൽ വ്യാപിപ്പിക്കണമെന്നാണ് ജോണിന്റെ കുടുംബത്തിന്റെ ആവശ്യം. മുഖ്യമന്ത്രിയുടെ ആശ്വാസ വാക്കുകളല്ല, കാണാതായവരെ കണ്ടെത്താനുള്ള ശക്തമായ നടപടികളാണ് വേണ്ടതെന്നും കുടുംബം ആവശ്യപ്പെട്ടു. ഗൗതമിന്റെ തിരച്ചിലിനായി നേവി എത്തിയ സാഹചര്യത്തിൽ തൽക്കാലം നിരാഹാര സമരം നടത്തുന്നില്ലെന്ന് ഗൗതമിന്റെ അമ്മ അറിയിച്ചു. അതേസമയം മത്സ്യത്തൊഴിലാളികളെ കാണാതായ സംഭവത്തിൽ സർക്കാർ വേണ്ടത്ര ഗൗരവത്തോടെ ഇടപെട്ടിട്ടില്ലെന്ന് മന്ത്രി ശിവൻകുട്ടി ആരോപിച്ചു. രക്ഷാപ്രവർത്തനത്തിൽ സർക്കാർ വലിയ അനീതി കാണിക്കുന്നുവെന്നും അദ്ദേഹം വിമർശിച്ചു. യൂട്യൂബ്, എക്സ്, ഗൂഗിൾ, മെറ്റ എന്നിവ പ്രത്യേക നിരീക്ഷണത്തിൽ. ആൽഗോരിതം മാറ്റാൻ കേന്ദ്ര നീക്കമെന്ന് റിപ്പോർട്ട്. ഡൽഹിയിലെ പ്രതിഷേധത്തിനു പിന്നാലെ സമൂഹമാധ്യമങ്ങളിലെ നിരീക്ഷണം ശക്തമാക്കി കേന്ദ്ര സർക്കാരെന്ന് റിപ്പോർട്ട്. യൂട്യൂബ്, എക്സ്, ഗൂഗിൾ, മെറ്റ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലെ ഉള്ളടക്കവും അൽഗോരിതത്തിന്റെ പ്രവർത്തനവുമാണ് പ്രത്യേകമായി പരിശോധിക്കുന്നത്. വീഡിയോകൾ ഉപയോക്താക്കൾക്ക് സജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ബാഹ്യ ഇടപെടലുണ്ടായെന്നും കേന്ദ്രം പരിശോധിക്കുന്നതായാണ് റിപ്പോർട്ട്. അതേസമയം നിലവിലെ അൽഗോരിതത്തിൽ മാറ്റം വരുത്തണമെന്ന് കേന്ദ്ര സർക്കാർ മെറ്റയോട് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. വിഷയത്തിൽ കേന്ദ്ര ഉദ്യോഗസ്ഥർ മെറ്റയുമായി വീണ്ടും ചർച്ച നടത്തും. കേന്ദ്ര നീക്കത്തിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. സർക്കാർ വിരുദ്ധ ഉള്ളടക്കങ്ങളുടെ പ്രചാരണം കുറയ്ക്കാനാണ് നീക്കമെന്നും പ്രതിപക്ഷ നേതാക്കളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയാണെന്നും ആരോപണമുണ്ട്. ഡൽഹിയിലെ കോക്രോച്ച് ജനതാ പാർട്ടി സമരവുമായി ബന്ധപ്പെട്ട് റീലുകൾ ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കം ചെയ്തതായും നേരത്തെ പരാതി ഉയർന്നിരുന്നു. എന്നാൽ കമ്മ്യൂണിറ്റി മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനെ തുടർന്നാണ് നടപടിയെന്നാണ് മെറ്റയുടെ വിശദീകരണം. സോഷ്യൽ മീഡിയ നിയന്ത്രണം പൗരാവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. US സൈനിക ഭീഷണി അവസാനിപ്പിക്കണം, ഉപരോധങ്ങൾ പിൻവലിക്കണം. ഹോർമൂസ് വിഷയത്തിൽ ഇറാന്റെ കടുത്ത നിലപാട്. ഒമാനുമായി ഹോർമൂസ് നിയന്ത്രണത്തിൽ ധാരണയ്ക്ക് സാധ്യതയെന്നും റിപ്പോർട്ട്. അമേരിക്ക നിലപാട് തിരുത്തുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ലെന്ന മുന്നറിയിപ്പുമായി ഇറാനെതിരായ സൈനിക ഭീഷണി അമേരിക്ക അവസാനിപ്പിക്കണമെന്ന് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതി ആവശ്യപ്പെട്ടു. ഇറാനെതിരെയും പിന്തുണയ്ക്കുന്ന സായുധ സംഘങ്ങൾക്കെതിരെയും നടക്കുന്ന യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കണം. ഇറാൻ തുറമുഖങ്ങളിലെ നാവിക ഉപരോധം നീക്കണം. മേഖലകളിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം പിൻവലിക്കണം തുടങ്ങിയ ആവശ്യങ്ങളും ഇറാൻ മുന്നോട്ടുവച്ചു. യുദ്ധത്തിലുണ്ടായ നഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും വിദേശ രാജ്യങ്ങളിലെ മരവിപ്പിച്ച ഇറാൻ ആസ്തികൾ വിട്ടു നൽകണമെന്നും ആവശ്യപ്പെട്ടു. യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും വിദേശ രാജ്യങ്ങളിലെ മരവിപ്പിച്ച ഇറാൻ ആസ്തികൾ വിട്ടു നൽകണമെന്നും ആവശ്യപ്പെട്ടു. അതേസമയം ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച് ഇറാനും ഒമാനും തമ്മിൽ ധാരണയിലേക്ക് അടുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ചർച്ചകൾ ക്രിയാത്മകമായ അന്തരീക്ഷത്തിലാണ് പുരോഗമിക്കുന്നതെന്ന് ഒമാൻ അറിയിച്ചു. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ പിതാവും ദീർഘകാല ഏജന്റുമായ ഹോർഹെ മെസ്സി അന്തരിച്ചു. ദീർഘനാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയുടെ പിതാവും ദീർഘകാല ഏജന്റുമായ ഹോർഹെ മെസ്സി അന്തരിച്ചു. 68 വയസ്സായിരുന്നു. അർജന്റീനയിലെ റോസാരിയോയിലെ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയായിരുന്നു മരണം സംഭവിച്ചതെന്ന് റിപ്പോർട്ടുകൾ. ദീർഘനാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു ഹോർഹെ മെസ്സി. മെസ്സിയുടെ കരിയറിലെ നിർണായക ഘട്ടങ്ങളിലെല്ലാം പിതാവ് ഹോർഹെയുടെ പിന്തുണയുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ മെസ്സിക്ക് വളർച്ചാ ഹോർമോൺ സംബന്ധമായ ചികിത്സ ആവശ്യമായപ്പോൾ അതിനുള്ള സാമ്പത്തിക സഹായം കണ്ടെത്താൻ ഹോർഹെ നടത്തിയ പരിശ്രമങ്ങൾ നിർണായകമായി. 13-ാം വയസ്സിൽ മെസ്സിയെ ബാഴ്സലോണയ്ക്ക് എത്തിക്കുന്ന തീരുമാനത്തിലും അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. പിന്നീട് മെസ്സിയുടെ കരിയറിലെ ബിസിനസ് കാര്യങ്ങളും കരാറുകളും കൈകാര്യം ചെയ്തിരുന്നതും ഹോർഹെ മെസ്സിയായിരുന്നു. 2026 ലോകകപ്പിനിടെ ഹോർഹെ രോഗബാധിതനായിരുന്നതിനാൽ മത്സരങ്ങൾ കാണാൻ എത്തിയിരുന്നില്ല. ലോകകപ്പിലെ ആദ്യ മത്സരത്തിനു ശേഷം വികാരാധീനനായി മെസ്സി സംസാരിച്ചതും ശ്രദ്ധ നേടിയിരുന്നു. കുടുംബം കടന്നുപോകുന്ന പ്രയാസകരമായ സമയത്ത് ഒപ്പം നിന്ന ടീം അംഗങ്ങൾക്ക് മെസ്സി അന്ന് നന്ദി അറിയിച്ചിരുന്നു. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിന്റെ പേരിൽ ഉപഭോക്താക്കളെ ഭീഷണിപ്പെടുത്തുന്നതും അസമയത്ത് വിളിച്ച് മാനസികമായി പീഡിപ്പിക്കുന്നതും തടയാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കർശന നിർദ്ദേശങ്ങൾ.
ഇന്ത്യൻ ബാങ്കിംഗ് സ്വകാര്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുന്ന തരത്തിൽ ബാങ്കുകളും മറ്റ് വായ്പാ വിതരണ സ്ഥാപനങ്ങളും അനുവർത്തിക്കേണ്ട വായ്പാ തിരിച്ചടവ്, കടം തിരിച്ചുപിടിക്കൽ നിയമങ്ങളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നു. വായ്പയെടുത്ത ഉപഭോക്താക്കളെ ഭീഷണിപ്പെടുത്തുന്നതും ക്രമരഹിതമായ സമയങ്ങളിൽ വിളിച്ച് മാനസികമായി ഉപദ്രവിക്കുന്നതും തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് RBI പുതിയ ഫെയർ പ്രാക്ടീസ് കോഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാങ്കേതിക വിദ്യ വികസിക്കുകയും ഡിജിറ്റൽ വായ്പാ ആപ്പുകൾ വഴി സാധാരണക്കാർക്ക് വായ്പകൾ എളുപ്പത്തിൽ ലഭിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ തിരിച്ചുപിടിക്കൽ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് വർദ്ധിച്ചുവരുന്ന മോശം പെരുമാറ്റങ്ങളും ഉപദ്രവങ്ങളും തടയാനാണ് RBIയുടെ ഈ നിർണായക തീരുമാനം. പുതിയ ഉത്തരവ് പ്രകാരം വായ്പയെടുത്ത ഉപഭോക്താക്കളിൽ നിന്ന് തുക തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന ബാങ്കുകൾ, ബാങ്കിതര സ്വകാര്യ സ്ഥാപനങ്ങൾ, റിക്കവറി ഏജൻസികൾ എന്നിവ കർശനമായ അച്ചടക്ക നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായി വായ്പാ തിരിച്ചടവുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കളെ ഫോണിൽ വിളിക്കാനോ അവരുടെ വസതി, തൊഴിലിടം എന്നിവ സന്ദർശിക്കാനോ ഉള്ള സമയം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 7 മണി വരെ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതിരാവിലെയോ വൈകുന്നേരത്തിന് ശേഷമോ ഉപഭോക്താക്കളെ തടസ്സപ്പെടുത്താൻ പാടില്ലെന്നതിനോടൊപ്പം ഭാഷയോ പെരുമാറ്റമോ ഉപയോഗിക്കരുതെന്നും ഉപഭോക്താവിന്റെ മാന്യതയും സ്വകാര്യതയും പൂർണ്ണമായി സംരക്ഷിക്കപ്പെടണമെന്നും നിർദ്ദേശിക്കുന്നു. കൂടാതെ പീഡനങ്ങളോ അനാവശ്യ ഭീഷണികളോ ഉണ്ടായാൽ അത് തെളിയിക്കുന്നതിനും പരിശോധിക്കുന്നതിനുമായി തിരിച്ചുപിടിക്കൽ ഏജന്റുമാരും ഉപഭോക്താക്കളും തമ്മിലുള്ള എല്ലാ ഫോൺ സംഭാഷണങ്ങളും നിർബന്ധമായും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. ഫോൺ ഉപഭോക്താക്കൾക്കോ ഉപഭോക്തൃ ഉപകരണങ്ങൾക്കോ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിന് മുമ്പ് ഉപഭോക്താവിന് വ്യക്തമായ വിവരവും സമയവും നൽകിയിരിക്കണം. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ എന്നിവ വായ്പാ അടിസ്ഥാനത്തിൽ വാങ്ങിയ ശേഷം ഗഡുക്കൾ മുടങ്ങിയാൽ അത്തരം ഉപകരണങ്ങൾ റിമോട്ടായി ലോക്ക് ചെയ്യുന്ന രീതി ചില ബാങ്കിതര സ്ഥാപനങ്ങളിൽ സ്വീകരിക്കുന്നതിന്മേലും RBI കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വായ്പ മുടങ്ങിയതിന്റെ പേരിൽ ഉപകരണങ്ങളിൽ ഘട്ടം ഘട്ടമായി മാത്രം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താമെങ്കിലും ഒരു കാരണവശാലും ഇൻകമിംഗ് കോളുകൾ, അത്യാവശ്യ SMS സേവനങ്ങൾ, അടിയന്തര ഫോൺ കോളുകൾ എന്നിവ തടസ്സപ്പെടുത്താൻ പാടില്ല. വായ്പ കുടിശ്ശികയുണ്ടെങ്കിലും വ്യക്തിഗത സുരക്ഷ, ആരോഗ്യ പരിപാലനം എന്നിവയ്ക്ക് അത്യാവശ്യമായ ഡിജിറ്റൽ സംവിധാനങ്ങൾ പൂർണ്ണമായി തടയാൻ ഏജൻസികൾക്ക് അവകാശമില്ല. ഈ പുതിയ പരിഷ്കാരങ്ങളും പെരുമാറ്റച്ചട്ടങ്ങളും അടുത്ത വർഷം ജനുവരി മുതൽ രാജ്യത്തുടനീളം പ്രാബല്യത്തിൽ വരും. വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.